എങ്ങനെയെങ്കിലും ജീവനും കൊണ്ടൊന്ന് താഴെ എത്തിയാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു പോയൊരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുമ്പും പലതവണ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്ലൈറ്റ് ക്രാഷിന് ശേഷം എനിക്ക് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ബട്ട് പെട്ടെന്ന് നാട്ടിലോട്ട് പോകാൻ ഒരു അവസരം കിട്ടി. ഫ്ലൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ എയർ ഇന്ത്യ മാത്രമായിരുന്നു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എയർ ഇന്ത്യ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫ്ലൈറ്റ് കണ്ടപ്പോഴേക്കും ടെൻഷൻ പകുതി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വിസ്താരയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. ഇനി കുറച്ചു കാലത്തേക്ക് ഫ്ലൈറ്റ് യാത്രയൊന്നും കാണില്ലാത്തത് കൊണ്ട് അതൊന്ന് എൻജോയ് ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്ത് ചെയ്യാൻ, ഓൾമോസ്റ്റ് 1 മണിക്കൂറായി കാണും. അപ്പോഴേക്കും ടർബുലൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, അങ്ങനെ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾസോ ഫ്ലൈറ്റ് മൂവ് ചെയ്തത് നല്ല കുലുക്കം ഉണ്ടായിരുന്നു. നമ്മുടെ ഗട്ടറിട്ട റോഡിൽ കൂടെ വണ്ടി പോകത്തില്ലേ, അതേ കണക്കായിരുന്നു. ഒരു 6-7 തവണയെങ്കിലും ടർബുലൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പേടിച്ച് വിറച്ച് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ എത്തിയാൽ മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇതൊന്നും അല്ലായിരുന്നു, എക്സ്ട്രീം വെർഷൻ ആയിരുന്നു. വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ വരെ പേടിയായിരുന്നു. ഞങ്ങളുടെ പുറകിൽ നിന്ന ആള് പുറത്തെ കാഴ്ച കണ്ടപ്പോൾ തന്നെ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി ഫുൾ ഡാർക്കായി ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ എനിക്കൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ലായിരുന്നു. ഫുൾ ടെൻഷനായിരുന്നു. ലാസ്റ്റ് ലാൻഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ഇത്രയെങ്കിലും ഷൂട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഞങ്ങളെ സേഫായി എയർ ഇന്ത്യ നാട്ടിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ.